ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെന്ന എക്സ്പെരിമെൻ്റ് ആണ്. കുറേ ദിവസമായി അമ്മ ഹെന്ന ചെയ്യണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ക്ലാസ്സിലൊന്ന് പരീക്ഷണം ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് തലയിലിട്ടിരാന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിലത്തെ കഴിഞ്ഞപ്പോൾ കൈയൊക്കെ ഹെന്നമയം ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹിമാലയയുടെ ഒരു ഹെന്ന മിക്സാണ് വാങ്ങിയിട്ടുള്ളത്. മുടിയൊക്കെ നല്ലോണം നരച്ചിട്ടുണ്ട്. കാരണം ഡൈ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നര വരുന്നുണ്ട്. അപ്പം അമ്മതേ വിളിക്കുന്നുണ്ട്. കുറേ നേരം മിക്സ് ഇപ്പോൾ 3 മണിക്കൂറാണ് മിക്സിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയയുടെ ഒരു ഹെന്ന പൗഡറാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ തന്നെയാണ് ഇതൊക്കെ വാങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹെന്ന പരീക്ഷണത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഹെന്ന. അപ്പോൾ ഹെന്ന പൗഡറിലേക്ക് നമ്മൾ കാപ്പി വെള്ളവും ചായ വെള്ളവും കൂടിയിട്ട് ഒഴിച്ചിട്ടാണ് അതിങ്ങനെ മിക്സ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിമാലയയുടെ നാച്ചുറൽ ഷൈൻ ഹെന്ന. ഓൺലി 35 റുപ്പീസാണ് ഇതിന് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഈ ഒരു പാക്കറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അമ്മ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറവ് നമ്മൾ തലയിലിട്ട് വന്നപ്പോഴുണ്ടായിരുന്നു. ആക്ച്വലി അമ്മയ്ക്ക് ഇത് ചെയ്യാനായിട്ട് പേടിയുണ്ട്. കാരണം നീരിറക്കം ഉള്ളത് കൊണ്ട് ഇപ്പോൾ അധികം നേരം വെച്ചാൽ പ്രശ്നമാവോ എന്നുള്ളതുണ്ടായിരുന്നു. കാരണം ഇതിൽ 3 to 4 hours ഇതിൽ നമ്മൾ ഹെന്ന തേച്ചിട്ടിരിക്കേണ്ട സമയം എന്ന് വെച്ചാൽ. പക്ഷെ അത്രയും സമയം അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കണ്ടോ ഫ്രണ്ടിൽ മൊത്തം നരച്ചിരിക്കുകയാണ്. പക്ഷേ സൈഡിലേക്ക് ബാക്ക് ഭാഗത്തേക്കൊന്നും അത്രയ്ക്കില്ല. പക്ഷേ 2 സൈഡിലാണ് കൂടുതൽ നര വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു നരയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഫുള്ളായിട്ട് ചെയ്യേണ്ട. കാരണം അമ്മയ്ക്ക് നീരിറക്കം പ്രശ്നമുള്ളതുകൊണ്ട് ഇത്രയും നേരം ഇരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നരയുള്ള ഭാഗത്ത് മാത്രം കുറച്ച് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെന്ന ചെയ്യുമ്പോൾ കുറച്ച് ഇറക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറുകയിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ താഴേക്ക് ഇറക്കിയിട്ടാണ് ഹെന്ന സ്റ്റാർട്ട് ചെയ്തത്. ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെയിൽ കോമ്പ് വെച്ച് ഇളക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഹെന്ന ചെയ്ത് തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ ഹെന്ന മിക്സിൽ നമ്മൾ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡർ, ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ ആഡ് ചെയ്യും കൂടുതൽ കളർ കിട്ടാനും. ലെമൺ ജ്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരനുണ്ടെങ്കിൽ താരം പോകാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെമൺ ജ്യൂസൊക്കെ ഒഴിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് മിക്സ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ പറയുന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ ലെമൺ ജ്യൂസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണ്, തലേ ദിവസം മിക്സ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ അംല പൗഡർ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഹെന്ന മിക്സ് സെറ്റ് ചെയ്ത് വെക്കാറ്. പിറ്റേ ദിവസം നമ്മൾ ഹെന്ന ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് ഒരു എഗ്ഗ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്ഗ് അതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എല്ലാ പരീക്ഷണങ്ങളും എൻ്റെ അമ്മേരെ മേത്താണ് എല്ലാം ചെയ്യാറ് കേട്ടോ. അമ്മേരെ ഫേസ്, അമ്മേരെ ഹെയർ, അമ്മേരെ കാല്, അങ്ങനെയൊക്കെയാണ് അമ്മേരെ ഐബ്രോസ്, അങ്ങനെയൊക്കെയാണ് ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യാറ്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ആ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസും എങ്ങനെയാണ് ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഹെന്ന മിക്സ് അമ്മ തന്നെ വാങ്ങിയത്. അമ്മ തന്നെ മിക്സ് ചെയ്ത് വെച്ചു. അമ്മയുടെ തലയിൽ ഹെന്ന ഇട്ടത് കാണിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിലല്ല ചെയ്തത്. കാരണം സൈഡിലൊക്കെയാണ് നരച്ച ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഹെന്ന ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അത് നീ ഇതിൽ കാണിക്കണ്ടെന്ന്. അപ്പോൾ ഇത് ബാക്കിലൊരു സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ മാത്രമാണ് നരച്ചത്. പിന്നെ ഫ്രണ്ടിൽ 2 സൈഡിലാണ് നരച്ചത്. അപ്പോൾ ആ ഭാഗം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെന്ന മിക്സ് അമ്മ കുറച്ച് മാത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നരച്ച ഭാഗത്ത് മാത്രം ഹെന്ന ഇട്ടിട്ടുള്ളൂ. ഈ 2 സൈഡിലും പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതായത് എനിക്കും ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ക്ലാസ്സിലായാലും ഹെന്ന ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം പേടിയാണ്. അമ്മ ഞങ്ങൾക്ക് ഫുഡ് റെഡിയാക്കുന്നുണ്ട്. അപ്പം ഇന്ന് പരിപ്പും മത്തങ്ങയും നാളികേരം അരച്ച് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. പരിപ്പ്, മത്തങ്ങ, നാളികേരം അരച്ചത്. പിന്നെന്തുട്ടാ ഗ്രീൻ പീസ്, പിന്നെ മുട്ടപ്പം.
ഈ ചോറ് മുഴുവൻ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ, ഞാനും കുഞ്ഞനും കൂടി കഴിക്കുന്നതാണ്. കറികൾ കാണുമ്പോൾ കഴിക്കുന്നു തോന്നും, പക്ഷേ ഈ എടുത്ത ചോറ് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞനാണെങ്കിൽ അവിടെ കളിയോട് കളിയാണ്. ഞാൻ അവനെ കുറേ വിളിച്ചു, പക്ഷേ അവൻ വന്നില്ല കേട്ടോ. പിന്നെ ഈ ഹെന്ന മിക്സ് ഉണ്ടല്ലോ, ഈ കയ്യിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇട്ടത് കേട്ടോ. ബ്രഷ് കൊണ്ടാണ് ശരിക്കും ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നത്. ചില ബ്യൂട്ടി പാർലറിലൊക്കെ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ എല്ലായിടത്തോടത്തൊക്കെ എന്താ പറയുക, ബ്രഷ് കൊണ്ട് തന്നെയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനും കുഞ്ഞനും കൂടിയിട്ട് കുഞ്ഞൻ്റെ ഡോക്ടറെ അടുത്ത് പോയി. അവന് ചുമയുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് കണ്ടു. അപ്പോൾ ട്രെയിൻ വരുന്ന സമയമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിന് ട്രെയിൻ കാണിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഭാഗത്തു നിന്നും ട്രെയിൻ വന്നുകൊണ്ട് കുഞ്ഞിന് രണ്ട് സൈഡിൽ നിന്നുള്ള ട്രെയിൻ കാണാൻ പറ്റി. അപ്പോൾ ഇത്രയും അടുത്ത് മുപ്പര് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ട്രെയിൻ. ഹാപ്പി? അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ മിഠായി വാങ്ങി. അപ്പോൾ ഹെലികോപ്റ്റർ വറുത്ത് മിഠായി വാങ്ങിയിട്ട് അങ്ങനെ വീണ്ടും ചോറ് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ ചോറ് കഴിച്ച് അപ്പോൾ അച്ഛനും കുഞ്ഞനായിട്ട് അവിടെ കാര്യമായിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.